നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവമായ ചക്കക്കുരു വെച്ചിട്ടൊരു ഉലത്താണ്. ചക്കക്കുരു ഒട്ടും ഇഷ്ടമില്ലാത്തവരും കൂട്ടിപ്പോകുന്ന ഒരു ഉലത്താണിത്. കാരണം ഇതിനൊപ്പം ചക്കക്കുരുവിനൊപ്പം നമ്മളൊരു വെജിറ്റബിൾ, ഒരു റൂട്ട് വെജിറ്റബിളും കൂടെ ചേർക്കുന്നുണ്ട്. ചക്കക്കുരു വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ചമ്മന്തിയും ഒരു ചിക്കും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ചക്കക്കുരുടെ ഒപ്പം നമ്മളിട്ട് വേവിക്കാൻ പോകുന്നത് കൂർക്കയാണ്. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട്, അതായത് കൂർക്കയുടെ ചെളിയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് കുക്കറിൽ രണ്ടും ഒരുമിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തോലോട് കൂടിയത് കാരണം സാധാരണ നമ്മൾ വേവിക്കുന്നതിലും ഒരു 2 വിസിൽ കൂടുതൽ അടിക്കേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്, വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് ഉലിക്കാനായിട്ട് വളരെ എളുപ്പമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അത് ഒന്ന് തെന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ തോലൊക്കെ പെട്ടെന്ന് വിട്ടുവരും. അപ്പോൾ ഇത് വെന്ത കൂർക്കയാണ്, നമ്മൾക്ക് ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വല്ലാണ്ട് ചൂടാറിയിട്ട് നമുക്കൊന്ന് നന്നാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയതാണ്. വെറുതെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ഉലിച്ചെടുക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് കത്തിയുടെ ആവശ്യമൊന്നുമില്ല, ഉലിഞ്ഞു പോരും. ഒന്ന് തെന്നിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോന്നും നന്നാക്കി എടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ചീനച്ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ചക്കക്കുരുയുടെ തോല് കളയാനും എളുപ്പമാണ്. ആ തോല് ഒലിച്ചിട്ട് നമുക്ക് ആ ചുവന്ന സ്കിൻ കളയേണ്ട കാര്യമില്ല, അത് കുറച്ച് ഹെൽത്തി ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ട, ഈ തോല് മാത്രം ഒന്ന് ഒലിച്ചിട്ട് അതും വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കൂർക്ക ചെറുതാക്കുന്നില്ല. അത് ചീനച്ചട്ടിയിൽ ഇട്ടിട്ടാണ് ഞാൻ ചെറുതാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഉലത്താറുള്ള പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ അല്പം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 ഉള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ കൂർക്കയിലും പിന്നെ ചക്കക്കുരുവിലും ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ തോലോടുകൂടി വേവിച്ചേക്കണ കാരണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇടിമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഇടിമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ആ വേവിച്ച് തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്കയും ചക്കക്കുരുയുടെ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കയ്യിലുകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ ഈ കയ്യിലുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടൊന്നും ഉടഞ്ഞ് വരുന്നുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ആ വിപ്പിംഗ് ബ്ലേഡുള്ള ആ ഒരു പാർട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഉടച്ചു കൊടുക്കണേന്. പൊട്ടറ്റോ മാഷർ വെച്ചോ അല്ലെങ്കിൽ ഉള്ളി ചതക്കുന്ന ചെറിയ ഇടിയോരലുണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് കുത്തി കൊടുത്താലും മതിയാവും. അപ്പോൾ കൂർക്ക ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് കഴിച്ചോളും. കൂർക്കയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ടിരിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. താങ്ക്